ശ്യാമേ, ലൂസിയുടെ സലൂൺ മുംബൈയിൽ ഈ താനൂരിൽ നിന്ന് പോയ പെൺകുട്ടികൾ അവിടെയാണ് ചെന്നത്. ഇവർ മലയാളികളാണ് എന്നറിഞ്ഞുകൊണ്ട് ലൂസിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ഈ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ മലയാളമായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ കുട്ടികൾക്കും മറ്റ് ഭാഷയൊന്നും പറയാനറിയില്ല. അങ്ങനെയാണ് ലൂസി വരുന്നത്. അതാണ് ലൂസി പറയുന്നത്. ലൂസി അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം സന്ദീപ് വാര്യർ ലൂസിയുടെ സ്ഥാപനത്തിനെതിരെ, ബ്യൂട്ടി പാർലറിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നു. ആ ആരോപണങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലൂസി അതിനെതിരെ ഇപ്പോൾ പറയുന്നുണ്ട്, നിയമപരമായി അതിനെ നേരിടും, ഈ പറയുന്നതെല്ലാം കളവാണ്. പക്ഷേ എങ്കിലും ചില സംശയങ്ങളൊക്കെ നമുക്ക് അക്കാര്യത്തിലുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ നേരെ അങ്ങോട്ട് ചെന്ന് കയറുന്നത്, എന്തിനാണ് വീഡിയോ എടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ അക്കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ റഹീമാണ് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ റഹീം നിഷ്കളങ്കത നടിച്ചെങ്കിലും റഹീമാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ ഈ വാക്പോര്, സന്ദീപ് വാര്യരുടെയും ലൂസിയുടെയും വാക്പോര്, അത് ഇനി ഏതറ്റം വരെ പോകും? ഏതറ്റം വരെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ഏണി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഏണി വെച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എപ്പോഴും ഒരു മീഡിയ അറ്റൻഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം എല്ലായ്പ്പോഴും മീഡിയ അറ്റൻഷൻ അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇതൊരു തെറ്റാണെന്ന് നമ്മളും പറയില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ലൈവിൽ നിന്നില്ലെങ്കിൽ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. വെറുതെ ഇങ്ങനെ നടക്കാമെന്നല്ലാതെ മീഡിയ അറ്റൻഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നേതാക്കന്മാരൊക്കെ അണഞ്ഞു പോകാറുണ്ട്. അതെ, ഈ മീഡിയ അറ്റൻഷൻ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷനാണ് ഉണ്ടാകും. ഭയങ്കരമായ ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഭാര്യയെ ഒരു ഭർത്താവും തമ്മിൽ പിണങ്ങി ഭാര്യയെ കൊണ്ട് ഭർത്താവിനെതിരെ കേസ് കൊടുപ്പിച്ചു. അത് വലിയ വിവാദമായി. അത് സ്ത്രീധന പ്രശ്നങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. ഈ കുട്ടിക്കും കുറച്ച് അത്യാവശ്യം ഇതൊക്കെ ഉള്ളതാണ്, ഈ സ്ത്രീധനമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ടതാണ്. അപ്പോൾ ഈ കുട്ടിയെ അടിച്ചു എന്നുള്ളൊരു വാർത്ത വന്ന് വലിയ രീതിയിൽ കത്തിക്കയറി സ്ഥിരമായിട്ട് ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം വരുന്നു, തുടർച്ചയായിട്ട് ബന്ധുക്കളെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കവേ പോലീസ് പീഡനത്തിന് കേസെടുത്തു ഭർത്താവിനെതിരെ. പീഡനത്തിന് കേസെടുത്താൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയെയോ കുട്ടിയുടെ ഐഡൻറ്റിറ്റിയോ പുറത്തു വരാൻ പാടില്ല. ബന്ധുക്കളെ എല്ലാം മറച്ചു തുടങ്ങി. അപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഞങ്ങളെ കാണിക്കണം എന്നായി. അതായത് സ്ഥിരമായിട്ട് അവർക്ക് ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാർത്തകൾ വരുന്നു, അവരിങ്ങനെ കാണിക്കുന്നു. ഒരു മീഡിയ അറ്റൻഷൻ സ്ഥിരമായിട്ട് കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ചില രാഷ്ട്രീയക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കുറഞ്ഞതിന് വരെ ക്യാമറാമാന്മാരോട് ദേഷ്യപ്പെടുന്നു. ഞാൻ ആദ്യമേ കഥ ഒരു ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ചില ചർച്ചയ്ക്ക് വരുന്നവർ ലൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്യാമറാമാനോട് കയറി ദേഷ്യപ്പെടും. ഭയങ്കരമായി ദേഷ്യപ്പെട്ട് കളയും. ഒരു നേതാവുണ്ട്. നേതാവിൻ്റെ വീട് ഏതാണ്ട് 10-40 കിലോമീറ്റർ അപ്പുറമാണ് ബ്യൂറോയിൽ നിന്ന്. പകൽ മൊത്തം ബ്യൂറോയിൽ കിടക്കുന്ന ക്യാമറമാനും റിപ്പോർട്ടറും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി ചർച്ചയ്ക്ക്, അന്ന് രാത്രിയിലാണ് ചർച്ച, 9 മണി ചർച്ചയാണ്. ഈ ക്യാമറമാനെയും ഡ്രൈവറേയും കൂടെ 10-40 കിലോമീറ്റർ അപ്പുറമുള്ള നേതാവിൻ്റെ വീട്ടിൽ ഞാൻ യൂണിറ്റ് വേണം. കഷ്ടമാണ്. കാര്യം പകലും രാവിലെ മുതൽ മോർണിംഗ് ന്യൂസ് മുതൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമറമാനെ ഈ നേതാവിന് ബ്യൂറോയിൽ വന്ന് ലൈവ് ഇരിക്കാം, നേതാവ് അവിടെ ഇരിക്കത്തില്ല. ബ്യൂറോയിലൊരു AC ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റിയായിരുന്നു, കൂളറായിരിക്കും, അതുകൊണ്ട് നേതാവ് വരത്തില്ല. നേതാവ് ഭയങ്കര ചർച്ചയൊക്കെ നടത്തുന്നത്. എൻ്റെ അമ്മു ഭയങ്കര ചർച്ചയാണ് നേതാവിൻ്റെ. നേതാവ് വരില്ല. അങ്ങനെ പൊറുതിമുട്ടി. നേതാവിനൊരു സ്ഥാപനമുണ്ട്, സർവത്ര ഉടായിപ്പ. ഞാൻ തൂത്തുവാരി വാർത്ത കൊടുത്തു. അപ്പം നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്താൽ നിങ്ങളുടെ ചർച്ചയ്ക്ക് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്നും കൊടുത്തു. അവസാനം നേതാവ് മേളി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചർച്ചയ്ക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഈ നേതാവ് വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഫുൾ ഉടായ്പിൻ്റെയും രേഖ എൻ്റെ ഇരിപ്പുണ്ട്. ഞാനിതെടുത്ത് അവിടേക്ക് ഇട്ട് കൊടുത്തു. വാർത്ത ശരിയാണ്. വാർത്ത നേതാവ് വിചാരിച്ചിട്ട് പിടിച്ചിരിക്കുന്നില്ല. അവസാനം എന്തോ നേതാവ് പറഞ്ഞു, നേതാവ് ചൂടുകൊള്ളാൻ തയ്യാറാണ്, പ്രശ്നമൊന്നുമില്ല. നേതാവ് ബ്യൂറോയിൽ വന്ന് ചർച്ചയ്ക്ക്. അപ്പം മേളിൽ നിന്നുള്ളവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ആ വാർത്തയൊന്നും വേണ്ട കേട്ടോ. എന്തോ അവർക്കും ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ ഈ ക്യാമറമാനും ഡ്രൈവറും ഓടി അത്രയും കിലോമീറ്റർ ഓടി പോകുമ്പോൾ വണ്ടിയുടെ ഡീസലിൻ്റെ ചിലവ്, പിന്നെ ഓവർ ടൈം ബാറ്റ, എല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് നഷ്ടമല്ലേ. അപ്പോൾ അവരും പറഞ്ഞ് വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. ഇവരെല്ലാവരും പിടിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഹൈപ്പിലാണ്, മീഡിയ ഹൈപ്പിലാണ്. പ്രവൃത്തി എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മീഡിയയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പുറം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഒട്ടുമിക്ക നേതാക്കളുടെയും.
അപ്പോൾ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടുമ്പോൾ കൂടുതൽ ഇത് സെൻസിറ്റീവാണ് ഈ വിഷയം, വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരും. അദ്ദേഹം ഇവിടെ ഒരു രാഷ്ട്രീയം എടുത്തു വെച്ചു. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശിവസേന പൊളിറ്റിക്സാണ്. ഈ ലൂസിയുടെ ഭർത്താവ് പ്രിൻസ്, ഇയാൾക്ക് ശിവസേന ബന്ധമുണ്ട്. ആ ബന്ധമുള്ള ആളും ലൂസിയും ചേർന്ന് കള്ളം പറയുന്നു എന്നാണ് സന്ദീപ് വാര്യരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത് സന്ദീപ് വാര്യർ പറഞ്ഞതിനകത്തൊരു ശരിയുണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഈ പ്രിൻസിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസ് വാർത്താ സമ്മേളനമല്ല, ഒരു മീഡിയയോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ കുട്ടികൾ അവിടെ വന്നപ്പോൾ ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ കോളുകൾ വരുന്നുണ്ടായിരുന്നു എന്നാണ് ഒരു മൊഴി. ഇതേ കുട്ടികൾക്ക് ഫോണില്ലെന്നാണ് ലൂസി പറയുന്നത്. അവിടെ വന്നപ്പോൾ ഇവർക്ക് ഫോണില്ലായിരുന്നു. അതെ, ആ ഫോണിൽ ലൂസിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്നാണല്ലോ വൈരുദ്ധ്യം. പിന്നെ ഈ പൻവേൽ മേഖല, അവിടെ ധാരാളം സലൂണുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ ഒരു മേഖല നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് അറിയാവുന്നതേ ഉള്ളൂ. അവിടെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താലും ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേര് ലാസ്യ എന്നാണ്. മുൻപ് ഇതിൻ്റെ പേര് അങ്ങനെയല്ലായിരുന്നു, പേര് മാറ്റി. ആ പേര് 2018 പകുതിക്ക് ശേഷമാണ് മാറ്റിയത്. 2018 പകുതിക്ക് ശേഷം മാറ്റാനുള്ള കാരണം അതിന് മുമ്പ് വരെ അത് ജെയിൻസിൻ്റെ സലൂണായിരുന്നു. പിന്നീട് അത് മിക്സഡ് ആക്കി. പിന്നീട് അതിപ്പോൾ പൂർണ്ണമായും ലേഡീസിൻ്റേതായി മാറ്റിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നോ എന്നുള്ള കാര്യത്തിൽ ഇവരാരും പറയുന്നില്ല. ഇവർക്ക് കേസില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കെതിരെ ഒരു കേസും ഇല്ല എന്ന് പറയുന്നുണ്ട്. റെയ്ഡ് നടന്നിട്ടുണ്ടോ അത് പറയുന്നില്ല, അത് ഇവർക്ക് ഉത്തരവില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ നടത്തുന്നത് ലാസ്യ സലൂൺ എന്നാണ് ഇതിൻ്റെ പേര്, ലാസ്യ സലൂൺ. ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ പാലാരിവട്ടംകാരാണ്. പാലാരിവട്ടമാണ് ഇവരുടെ ബേസ്. അവിടെ നിന്ന് അവിടെ പോയി ഇവരവിടെ ബിസിനസ് നടത്തുന്നവരാണ്. ഇപ്പോൾ ഈ ലാസ്യ സലൂണിൽ ഇങ്ങനെ പിന്നെ ഇത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു? ഇവർക്ക് പൻവേലിൽ നിന്നും ഇവരുടെ യാത്ര നടന്ന് ചെല്ലാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ അതിന് മുമ്പൊക്കെ ധാരാളമുണ്ട്. പക്ഷേ എന്തിന് റഹീം ഇവിടെ തന്നെ എത്തിച്ചു? അതൊരു ചോദ്യമാണ്. 2, വന്നിരിക്കുന്ന കുട്ടികളുടെ എല്ലാം വീഡിയോ അവരുടെ പുറകിൽ നിന്നും നിങ്ങൾ എടുക്കുമോ? മൊബൈലിൽ ചിത്രീകരിക്കുമോ? കുട്ടികളുടെ മുടി മുറിക്കുന്ന വീഡിയോ പുറകിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കുട്ടികൾ പറഞ്ഞിട്ടാണോ എടുത്തത്? അതിന് ഉത്തരവില്ല. ആദ്യഘട്ടത്തിലൊന്നും അതിന് ഉത്തരം തന്നിട്ടില്ല. പിന്നീട് അതിന് ഉത്തരം തന്നോന്ന് എനിക്കറിയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവിടെ അന്വേഷിച്ചെത്തിയവർ ആളുകൾ എത്തിയപ്പോൾ ഇവർ റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ പോയത് എന്ന് ആദ്യം കൃത്യമായി മറുപടി പറഞ്ഞില്ല. CCTV ചെക്ക് ചെയ്യുന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഇവർ നടന്നുപോയ ലൊക്കേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് 20 മിനിറ്റ് കൂടുതൽ വൈകി. പിന്നെ വന്ന റഹീം അവിടെ കൊണ്ടാക്കിയ ശേഷം മടങ്ങിപ്പോയി. ആ സമയത്ത് ലൂസി അവിടെ ഇല്ല. വന്ന റഹീമിനെ, കുട്ടികൾക്കൊപ്പം ഒരു യുവാവ് വന്നായിരുന്നു, യുവാവിനെ എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൂസി അവിടെ ഉള്ളപ്പോൾ റഹീം വന്നിട്ടില്ല, പിന്നീടാണ് ലൂസി എത്തുന്നതെന്നാണ് പറയുന്നത്. കുട്ടികൾ മാത്രം ഉള്ളപ്പോഴാണ് ലൂസി എത്തിയത്. ലൂസി വരാനുള്ള കാരണം ലൂസിയുടെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു ഇതുപോലെ 2 കുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലൂസി ആദ്യം ഒരാളെ വിട്ടു. അയാളെ വിട്ട ശേഷവും കുട്ടികൾ വാശി പിടിച്ച് എത്രയും പെട്ടെന്ന് വാശി ചെയ്യണം, തങ്ങൾക്ക് പോകണമെന്നൊക്കെ വാശി പിടിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ടെന്ന് കരുതിയ താൻ അവിടേക്ക് എത്തുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. തുടർന്ന് താൻ സലൂണിലെ ഇവർക്ക് ഫോൺ വിളിക്കാൻ നൽകുകയും ഇവർ റഹീമിനെ വിളിച്ചപ്പോൾ റഹീം എടുക്കാതിരിക്കുകയും പിന്നീട് തിരിച്ചു വിളിച്ചപ്പോൾ ഇവരെടുത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഇവർ പറയുന്നത്. ഇതൊക്കെയാണ് സന്ദീപ് വാര്യരും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കേരള പോലീസിനെയും സന്ദീപ് വാര്യർ കുറ്റം പറയുന്നുണ്ട്. കേരള പോലീസ് ചെയ്ത ഒരേ ഒരു കാര്യം ഈ ഫോൺ ട്രാക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ മഹാരാഷ്ട്ര പോലീസുമായി ചേർന്ന് ഒരു അന്വേഷണം നടത്താൻ തയ്യാറായില്ല. റഹീം എന്ന് പറയുന്ന ഈ ഫ്രോഡിനെ ഇവർ പൂർണ്ണമായും വിശ്വസിച്ചു. പോലീസ് റഹീം തിരിച്ചെത്തുന്നതും കാത്ത് വെയിറ്റ് ചെയ്തു. ഇതൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു എടുത്തുചാട്ടം നടത്തിയാണ്. പോലീസ് കുട്ടികളെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാണ് പോകുന്ന ട്രെയിനിലാണ്, റെയിൽവേ പാളവുമായിട്ടോ ട്രെയിനുമായിട്ടോ അവർ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എളുപ്പത്തിൽ അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടാകാം, അത് പുറത്തു വിടാത്താകാം. പോലീസിന്റെ ഒരു രീതി ഉണ്ടല്ലോ, അവർ രഹസ്യാത്മകത പുലർത്തും. കുട്ടികളുടെ കയ്യിലുള്ളത് സ്മാർട്ട് ഫോണാണ്. കുട്ടികളുടെ കയ്യിൽ മറ്റൊരു സിം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ചാനൽ വഴി ഈ വാർത്ത എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണ്. NSCയുടെ കമാൻഡോസ് അവർ ഹെലികോപ്റ്ററിൽ വന്ന്
മുകളിൽ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ മണ്ടൻ മാധ്യമങ്ങളെല്ലാം കൂടെ ദൃശ്യം കാണിച്ചു കൊടുത്തു. അമ്മമാരെ അടിച്ചു ഓടിക്കണമായിരുന്നു. എത്ര ജീവനാണ് നമ്മുടെ പോയത്. നമ്മുടെ എത്ര കമാൻഡോസ് മാത്രമല്ല, പരിക്കേറ്റ എത്ര കമാൻഡോസ്, എത്ര ഹോട്ടലിലുള്ള ഫയറിങ് അത്രയും ഹാർഡ് ആവാനുള്ള കാരണം, ആ ഒരു ഓപ്പറേഷൻ അത്രത്തോളം ടൈറ്റ് ആവാനുള്ള കാരണം ഇവിടുത്തെ മീഡിയ എല്ലാം കൂടെ മുകളിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് കാണിച്ചു കൊടുത്തു. ഓഫ് ചെയ്യിക്കണമായിരുന്നു ആദ്യമേ, ഓഫ് ചെയ്യിക്കണമായിരുന്നു. അന്നത്തെ ഗവൺമെൻറ് എന്തുകൊണ്ടോ അത് ചെയ്തു കൊടുത്തില്ല. ഇവർ സംസാരിക്കുന്നത്, ഇവരുടെ ആരും സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാ ഇറങ്ങുന്നുണ്ട്, ഒരാൾ ഇറങ്ങി, രണ്ടാമത്തെ ആൾ ഇറങ്ങി, കഥക് എന്തൊരു അബദ്ധമാണ് കാട്ടിയത്. കഥക് പിന്നെ ഈ സ്റ്റിക്ക് വെച്ച് പൊട്ടിച്ച് കഥക് പൊട്ടിക്കാൻ പോകുന്ന അവർക്ക് മനസ്സിലായി. അവർ ഫയറിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അതുപോലെ ഇവിടെ പോലീസ് ഈ സാധനം പോലീസ് വിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല പോലീസ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം കാണിച്ചു എന്ന്. കാര്യം ഈ സംഭവം അവരുടെ മുന്നിൽ എത്തിയത് മുതൽ താനൂർ SHOയും മലപ്പുറം SP-യും ഒക്കെ, അവിടുത്തെ DYSPയും SP-യും ഒക്കെ അവർ മണിക്കൂറുകളോളം, ഞാൻ പറഞ്ഞല്ലോ, R. വിശ്വനാഥ് എന്ന് പറയുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും ചിലവാക്കിക്കൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി കൺട്രോൾ റൂമിൽ വന്നിരുന്നത്. ഒരു SP-ക്ക് അവിടെ വരേണ്ട കാര്യമില്ല. ഒരു SP-ക്ക് കൺട്രോൾ റൂമിൽ വന്നിരുന്നത് ഇത് ഫുള്ള് ഈ പറയുന്ന ദൃശ്യങ്ങളും ഈ പറയുന്ന CDR-ഉം ലിസ്റ്റ് ഓരോ സെക്കൻഡിലും എടുക്കേണ്ട കാര്യമില്ല. SP-ക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യം, അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ കണക്ഷനുണ്ട്. ഗവൺമെൻറ് വഴി ഒരു ഓർഡർ അവിടേക്ക് എത്തണമെങ്കിൽ സമയമെടുക്കും. അതേസമയം അദ്ദേഹത്തിന് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമുള്ളത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതവർ ചെയ്തു, അതവിടെ ചെയ്തു. അപ്പോൾ ഇത് രണ്ടുപേരുടെയും ഭാഗത്ത് സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തെളിവുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഇവർക്ക് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുവഴി അദ്ദേഹത്തിന് ലഭിച്ച തെളിവുകൾ ചിലപ്പോൾ ശരിയായിരിക്കാം. വെറുതെ ഒന്ന് സന്ദീപ് വാര്യർ വന്ന് പറയേണ്ട കാര്യം സന്ദീപ് വാര്യർക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം ഈ കാര്യം മാത്രമാണ്. കേരള പോലീസിന് അലംഭാവം കാണിച്ചു എന്നുള്ളത്. അതുണ്ടാവാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഈ റഹീമിനെ ഇവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവൻ മുങ്ങും. അതൊരു പ്രശ്നമല്ലേ? ഇവൻ പ്രശ്നക്കാരനാണ്, ഇവനെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുംബൈയിൽ ഇങ്ങോട്ട് വരില്ല. അവൻ്റെ രാജ്യം ഇവിടെ എളുപ്പമാണ്. അവൻ അവിടുന്ന് മുങ്ങിക്കളയും. അവൻ വസ്ത്ര വ്യാപാരവുമായി എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുത്തനാണ്. അവനെന്ത് ചെയ്യാം? അടുത്ത ഇതിൽ നിന്ന് അവൻ പൊങ്ങേണ്ടി വരും. പിന്നെ ഇവന് വേണ്ടി കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടി വരും ഇവനെ പിടിക്കാൻ. ഇൻ്റർപോളിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കിടന്ന് അലയേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപരമായി ഇവനെ വിശ്വാസത്തിലെടുക്കുന്നതായി ഇവനൊരു ചിന്ത ഉണ്ടാക്കി കൊടുത്ത് ഇവനെ ഇഞ്ഞി തൂക്കി. അവനെ വെറുതെ വിട്ടോ പോലീസ്? ഇല്ലല്ലോ. അവനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിലും ഒളിപ്പിച്ചതിലും കുട്ടികളെ സൈബർ ഇടത്ത് പിന്തുടർന്നതിനും കേസുണ്ട്. എല്ലാം ജാമ്യമില്ലാ കുറ്റമാണ്. ഇത്രയുമാണ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അവനുടായ്പാണ്. അല്ലെങ്കിൽ ആ കുട്ടികളെ അവൻ അവിടെ എത്തിക്കാൻ നോക്കില്ല. അതെ, ഒന്നാം തരം ഉടായ്പാണ്. ഇവിടെ ഉണ്ടാകുന്നൊരു കാര്യം, മുൻകാലഘട്ടങ്ങളിൽ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, മുൻകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ സീനിയറായിട്ടുള്ള പല ജേർണലിസ്റ്റുകളും മുംബൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളെ പഠിപ്പിക്കാനും വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്, ജേർണലിസം പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇവരെയൊക്കെ ഈ പറയുന്ന പോലെ പഠിച്ച് കഴിഞ്ഞാലും ഇവരുമായിട്ടൊക്കെ ഉള്ളൊരു കോൺടാക്റ്റ് നമ്മൾ നിലനിർത്തും. കാര്യം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കഥ കേൾക്കാൻ ഭയങ്കര താല്പര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ ഈ പറയുന്ന പോലെ വിളിച്ച്, നമ്മളുമായിട്ട് ബന്ധമുള്ള കേസുകളൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിച്ച ഒരു കൂട്ടത്തിലൊരു കഥയുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജോണേട്ടൻ എനിക്കൊരു വാണിംഗ് തന്നു. അതായത് ഇത്തരത്തിൽ ഈ ചെറിയ കുട്ടികൾക്ക് അവിടെ ഭയങ്കര മാർക്കറ്റാണ്. അവിടെ വരുന്ന ചെറിയ കുട്ടികൾക്ക് വലിയ മാർക്കറ്റാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ സാധാരണ ഒരു പെൺവാണിഭ കേസ് പോലെ അല്ല ഈ ചെറിയ കുട്ടികളെ അവിടെ എത്തിക്കുക. അവർക്ക് ഉണ്ടാകുന്ന മാർക്കറ്റ്, വിപണി, ഈ പറയുന്ന പെൺവാണിഭ വിപണിയിൽ ഇവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള വിലയാണ് മറിയുന്നത്. ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾ മാൻ മിസ്സിംഗ് കേസിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. മുംബൈ പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ, പേപ്പേഴ്സ് സ്വീകരിക്കുകയാണെങ്കിൽ മാൻ മിസ്സിംഗ് കേസുകൾ ധാരാളമായി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിൽ, പല സ്റ്റേറ്റുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാണാതായ കേസുകൾ, മാൻ മിസ്സിംഗ് കേസുകൾ പലതും ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത് ഈ മുംബൈ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാണിജ്യ നഗരമാണ് ഇന്ത്യയിലെ. വാണിജ്യ നഗരമാണ് മുംബൈ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എവിടെ നിന്ന് വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഭൂരിഭാഗം പേരും പുറത്തുനിന്നുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളവരാണ് പുറത്തുനിന്ന് ധാരാളമായി അവിടെ വന്ന് താമസിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ആര് എവിടെ നിന്ന് വന്നു എന്നൊന്നും ആർക്കും ഒരു പിടുത്തവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര പുതുതായി അവിടെ എത്തിക്കുന്ന പ്രായപൂർത്തി അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വലിയ മാർക്കറ്റ് അവിടെയുണ്ട്. ഇവരുടെ വേറൊരു വിശ്വാസമുണ്ട്, ഇത്തരം കുട്ടികളുമായിട്ടുള്ള റിലേഷനിൽ
ജീവിതത്തിന്, അതായത് ആരോഗ്യം കൂടുതൽ കാലം നിലനിൽക്കുമെന്നൊക്കെയുള്ള വിശ്വാസമുള്ള അത്തരം എന്താ പറയുക വൃത്തികെട്ട വിശ്വാസമുള്ള കുറേ അവന്മാർ അവിടെ ഉണ്ട്. അങ്ങനെ വിശ്വാസം, അതായത് ഈ കന്യകയുമായിട്ടുള്ള റിലേഷൻ പുലർത്തുമ്പോൾ ആരോഗ്യം ദീർഘകാലം ഉണ്ടാകും, അതിന് കാരണമായി മാറുമെന്ന് വിശ്വസിക്കുന്ന വൃത്തികെട്ടവന്മാർ അവിടെ ഇഷ്ടംപോലെയുണ്ട്. അങ്ങനെയുള്ളവന്മാരുടെ ഈ പണമുണ്ട്. അപ്പോൾ അവന്മാരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ ഇതിന് എറിയാൻ വേണ്ടി തയ്യാറാകും. ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം അദ്ദേഹം പറഞ്ഞത്, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരെ ഈ മത്സ്യബന്ധന ബോട്ടിൻ്റെ മത്സ്യമൊക്കെ ഇടുന്നതിനകത്ത് വലിച്ചിട്ട് കൊണ്ടുപോയി കടലിൽ കളയും. പിന്നെ ഇത് ബോഡി വരത്തുമില്ല. ബോഡി പിന്നെ ഇങ്ങോട്ട് കരയിലോട്ട് വന്നാലല്ല ഇത് ആരാണ് എന്നുള്ളൊരു അന്വേഷണം വരുള്ളൂ. കരയിലോട്ട് വരില്ല. അത് പിന്നെ അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ല ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൊക്കെ പോയി വീണുപോയവരൊന്നും പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ മർച്ചൻ്റ് നേവി പോയ ചിലരെയൊക്കെ കാണാതാവും. അവരൊന്നും ബോഡി കിട്ടത്തില്ല, മിക്കപ്പെടത്തില്ല. അതങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു പിന്നെ മനുഷ്യനെ കാണാതായിട്ട് 7 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരുപാട് പോരാടിയിട്ട് മകൻ മരിച്ചതാണ് എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടി. ബോഡി കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ആൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അയാൾ മരണപ്പെട്ടു എന്ന് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു. കാണാതായതിൻ്റെ അന്ന് തന്നെ ഇദ്ദേഹം മരിച്ചതായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ പോകുന്ന കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ പോലീസ് ഇടപെടുകയും ഇവിടുത്തെ മീഡിയാസൊക്കെ കാര്യമായി ഇടപെടുകയും ചെയ്തതുകൊണ്ടാണ് ഇവർക്കൊരു ജീവിതം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവരിപ്പോൾ ഉള്ളത് മലപ്പുറം കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഡെസ്ക് ഹോമിലാണ്. കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വീട്ടിലോട്ട് വിടുന്നത്. അപ്പോൾ തൽക്കാലം അവരെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞതിനകത്ത് ഞാൻ അദ്ദേഹം തെറ്റാണ് പറഞ്ഞതെന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിന് വിവരം കിട്ടിയതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഈ പറഞ്ഞ പോലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് എല്ലാത്തിലും രാഷ്ട്രീയം കലർത്താവുന്നതിനോടുള്ള വിയോജിപ്പേ നമ്മൾ പറഞ്ഞുള്ളൂ. പോലീസ് അവിടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട്, ഭരിക്കുന്ന CPM ആയതുകൊണ്ടും അദ്ദേഹത്തിന് ചിലപ്പം ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയം കൂടി വന്നിട്ടുണ്ടാകാം. അതേസമയം ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിക്കുന്നതെങ്കിൽ ഇത്തരം ഒരാരോപണം ഉണ്ടാവില്ല, അദ്ദേഹം ഉന്നയിക്കത്തുമില്ലായിരുന്നു. അല്ലേ? ഇങ്ങനെ ഒരു കാര്യം ഈ കാര്യത്തിലുണ്ട്. ഏതായാലും മാധ്യമങ്ങൾ കാര്യമായിട്ട് ശ്രമിച്ചു, പോലീസും കാര്യമായിട്ട് ശ്രമിച്ചു. കള്ള റഹീമിനെ പോക്കി അകത്തു വിട്ടു. അത് നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കുന്നതിനകത്ത് മറ്റേ ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ റഹീമെന്ന് വിളിക്കരുത്, ബോംബെ വാല റഹീമെന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അയാളുടെ കയ്യിൽ ഉള്ളിൽ ഇത്തിരി പരിപാടി ഇരിപ്പുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചു ഇതിങ്ങനെയൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ അത് പൊളിച്ചു വിട്ടു. അവിടെ ഇൻസ്റ്റഗ്രാം ആയിരുന്നു വില്ലൻ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട മാത്രമല്ല, റഹീം ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇത്രാം തീയതി മുംബൈക്ക് പോകുന്നുണ്ട്, നിങ്ങൾ വരാൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, നിങ്ങൾ വരാൻ പറഞ്ഞു. ഇവൻ മുംബൈക്ക് പോകുന്ന വിവരം ഇവൻ നേരത്തെ തന്നെ ഈ കുട്ടികളെ അറിയിച്ചു. ഇവൻ ആദ്യം അങ്ങനെയല്ല പറഞ്ഞു, ഇവർ അവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് 8 മാസം മുമ്പേ പരിചയം. ഞാൻ അവരെ സഹായിച്ചതാണെന്നാണല്ലോ പറഞ്ഞത്. സഹായിക്കാൻ സഹായഹസ്തം റഹീം. അതെ, നന്ദി റഹീമേ, 1000 നന്ദി. നന്ദി. ശരി.